നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി വരും ആഴ്ചയിലെ സിറ്റുവേഷൻ നോക്കാം. ഇങ്ങനെയാണ് വരും ആഴ്ചയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. അതിന് മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസ് കാണാത്തവർ കഴിഞ്ഞ ചില വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിയിലും സപ്പോർട്ട് വരുന്നത് 22,000 തൊട്ട് താഴെയാണ്. 22,000 അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലേക്ക് തിരിച്ച് കയറി കഴിഞ്ഞാൽ ബൈ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ലെവലിൽ സജഷൻ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ കറണ്ട് ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവിൽ തന്നെയാണ്. ഇത് നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ്. സ്റ്റിൽ ഇപ്പോഴും പോസിറ്റീവിലേക്ക് നിഫ്റ്റി കടന്നിട്ടില്ല. പോസിറ്റീവിലേക്ക് നിഫ്റ്റി കടക്കണമെങ്കിൽ നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത് 22,630. ഇത് ഇന്ന് പറഞ്ഞതല്ല, സോറി, ഇത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതല്ല, മുൻപത്തെ ആഴ്ച നമ്മൾ നൽകിയിരിക്കുന്ന ലെവലാണ് ഇത് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനി ഫർദർ ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി 22,630 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ ഇനി ഫർദർ ആയിട്ടുള്ള മുകളിലേക്കൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിക്കൊരു ഡേഞ്ചർ സോൺ ആയിട്ട് വർക്ക് ചെയ്യും. ഇതിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഇനി അടുത്ത റെസിസ്റ്റൻസ് 22,800 വരുന്നുണ്ട്. 23,000 താഴെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷെ ലോങ് ടൈം ബൈയിലേക്കല്ല, നമുക്കൊരു ഷോർട്ട് ടൈം ഒരു മൊമെന്റം കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട്. അതായത് 22,630 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തണം. ഡെയിലി ക്യാൻഡിൽ ഇവിടെ കാണിക്കുന്നത് ഡെയിലി ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി ക്യാൻഡിൽ ഒരു ദിവസം ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ലഭിക്കുന്ന ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ ലോവർ ലെവലിൽ സപ്പോർട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. നമുക്ക് 22,000 താഴെയാണ് സപ്പോർട്ട്. അപ്പൊ അതിന് താഴെ ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയതിന് ശേഷമാണ് ഇനി ഫർദർ ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഫർദർ ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ് ലോവർ ലെവലിൽ. അതേപോലെ തന്നെ ഈ ഒരു ഹയർ ലെവലും കുറച്ച് റിസ്ക് ആണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ. കാരണം ഇത് ക്ലോസിംഗ് ലെവലിൽ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മുകളിലേക്ക് കുറച്ചും കൂടി മൊമെന്റം കിട്ടും. ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻപ് നൽകിയിട്ടുണ്ട്. അതായത് നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ താഴത്തേക്ക് വന്നപ്പോൾ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. 22,800 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ ഇനി നിലനിർത്തിയാലാണ് വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫർദർ വീക്ക്നെസ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ലെവലും ഹയർ ലെവലും നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 23,800. 23,800 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ ഒരു കാല് സസ്റ്റെയിൻ ചെയ്താലാണ് ഫർദർ ആയിട്ടുള്ള ഇനി അടുത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതേപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ്. റെസിസ്റ്റൻസ് ഏരിയ എത്തുന്ന ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക, വളരെ ഫർദർ ആയിട്ടുള്ള നല്ല ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. കാരണം ഈ ഒരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൗൺസ് മാക്സിമം ഈ ഒരു ലെവൽ വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഫർദർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം, അതേപോലെ തന്നെ ലോവർ ലെവലിലേക്ക് വരുന്ന ഒരു സമയത്തായാലും ഇനി 22,200, അതേപോലെ തന്നെ 22,010, അതേപോലെ തന്നെ ലോവർ ലെവല് 21,700, 800. ഈ ഒരു ഈ ലെവലൊക്കെയാണ് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകളായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് നമുക്ക് ഫർദർ ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട്, നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. അതായത് സിറ്റുവേഷൻ തന്നെ, സെയിം സിറ്റുവേഷൻ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ഇത് ബാങ്ക് നിഫ്റ്റി അല്ല, ഇത് മിഡ് ക്യാപ്പ് ആണ്. മിഡ് ക്യാപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ലെവലിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അതായത് ക്ലോസിംഗ് ബേസിസിൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇനി ഫർദർ ആയിട്ടുള്ള അപ്പ് മൊമെന്റം മിഡ് ക്യാപ്പിൽ പ്രതീക്ഷിക്കാം. കാരണം ഇത് റെസിസ്റ്റൻസ് ലെവലെത്തിയപ്പോഴാണ് തുടർച്ചയായിട്ട് 2 റെഡ് കാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതേ സിറ്റുവേഷൻ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ. നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും ഇതാണ് റെസിസ്റ്റൻസ് ഏരിയ.
അപ്പോൾ ഈ ഒരു ഏരിയ സപ്പോർട്ടാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും വരുന്നുണ്ട്. അതേപോലെ തന്നെ 48,830 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റും മുകളിലേക്ക് പ്രതീക്ഷിക്കാം. 49,500, 49,650 ലെവൽ വരെ ഉള്ളൊരു അപ്പ് മൂവ്മെന്റും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ റേഞ്ചിൽ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് തന്നെയാണ് സാധ്യത. ലോവർ ലെവൽ സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ഇനി താഴത്തേക്ക് വരുന്ന ഒരു സമയത്ത് ഈ ഒരു സപ്പോർട്ട് വളരെ വളരെ ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫർദർ ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്കും സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്കും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഇൻട്രാഡേയിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ലെവലുകൾ നമുക്ക് നോക്കാവുന്നതാണ്. വരും ദിവസങ്ങളിലായാലും നമുക്ക് ഏതാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇത് 5 മിനിറ്റിലാണ്. 5 മിനിറ്റിൽ നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സെയിം റേഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇൻട്രാഡേയിൽ എടുത്തിരിക്കുന്നത് 22,630 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ മുകളിൽ ക്ലോസിംഗ് നിലനിർത്താത്തത് കൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ പോയാലും റിജക്റ്റ് ആയി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ക്ലോസിംഗ് ലെവൽ ഇതിന്റെ മുകളിൽ നിലനിർത്തിയാലാണ് ആ ഒരു മൊമെന്റത്തിന് ഫാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് 22,720, 22,820. ഇത് രണ്ട് ആണ് റെസിസ്റ്റൻസ് കാണുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് 22,775 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ മുകളിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ള ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക. അതായത് 22,500 താഴെയാണ് ശരിക്കും ആ ഒരു സപ്പോർട്ട് കാണുന്നത്. 22,485 സപ്പോർട്ട് കാണുന്നത്. 22,485 താഴെയാണ് ഒരു ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ചെറിയൊരു മൊമെന്റത്തിനാണ് സാധ്യത. പക്ഷെ ഇതിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാലാണ് ഷോർട്ട്സിന്റെ ഫർദർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. വളരെ ക്വിക്കായിട്ട് 22,360 അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യും. 22,360 ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, 22,360 ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. 22,485 റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 22,360 ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 22,200, 250 റേഞ്ചിൽ സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. താൽക്കാലികമായിട്ട് ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ 22,200, 22,250 നമുക്ക് ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. പിന്നെ സപ്പോർട്ട് 22,175, 200 തൊട്ട് താഴെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 200 താഴെ വന്ന് റിജക്ട് ചെയ്ത് കയറി പോകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഫർദർ ആയിട്ടുള്ള ഇനി ഫർദർ ആയിട്ടുള്ള വീക്ക്നെസ് വരിക 22,170 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയ ലോവർ ലെവൽ ഇതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിലൊക്കെ, അതായത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 22,720 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിന്റെ താഴെ എപ്പോഴും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. റെസിസ്റ്റൻസിന്റെ താഴെ എപ്പോഴും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി. അടുത്തൊരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആണ്. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് അതിനുശേഷം ചെറിയ ടൈമിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇവിടെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഈ ലെവല്, കാരണം ഇതിന്റെ താഴത്തേക്ക് വളരെ ക്വിക്കായിട്ട് റിജക്ട് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം നിഫ്റ്റിയിലും ക്ലോസിംഗ് ലെവല് നമുക്ക് ബൈയിലേക്ക് കടന്നിട്ടില്ല. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇത് ബൈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല. സ്റ്റിൽ ആ ഒരു വോളറ്റാലിറ്റിയുടെ അപ്പ് മൂവ്മെന്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റി ഇതിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിർത്താനായിട്ട് സാധിക്കും. മാർക്കറ്റ് വാല്യൂസായിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെ അപ്ഡേറ്റുകൾ വീണ്ടും കാണാം.
താങ്ക് യു.